ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വാസ്തുവീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വീടിൻ്റെ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ സൂര്യപ്രകാശം കിട്ടേണ്ടത് എന്നുള്ളതാണ്. അതിപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വീടായാലും, വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വീടായാലും, തെക്ക് ഭാഗത്തേക്കായാലും, പടിഞ്ഞാറ് ഭാഗത്തേക്ക്, മുഖം ഏത് ഭാഗത്തേക്ക് ആയിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കാലത്ത് നല്ല സൂര്യപ്രകാശം കിട്ടേണ്ടത് വടക്കു കിഴക്ക് നിന്നാണ്, അതായത് ഈശാനകോണിൽ നിന്ന്. അതിനായി നമ്മൾ പരമാവധി വടക്കു കിഴക്ക് ഭാഗത്ത് വലിയ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒന്ന് നോക്കാം അതെങ്ങനെയാണ്. ഇതാ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ കിഴക്ക് വശത്തു നിന്നുള്ള വടക്കോട്ട് നോക്കുന്ന ദൃശ്യമാണ്. ഇത് വടക്കു കിഴക്കോട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം. ഇതാ ആകാശം കാണുന്നു, കണ്ടില്ലേ? അത് കഴിഞ്ഞ കാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യപ്രകാശം നേരെ വടക്കു കിഴക്ക് ഭാഗത്തു നിന്നായി ഇതാ സൂര്യരശ്മികൾ പതിക്കുന്നു. നേരെ മറിച്ച് ഇപ്പോൾ തെക്കു കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആകെ മരങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. അവിടെയൊന്നും സൂര്യപ്രകാശം വരില്ല. ഇപ്പോൾ ഇതാ സൂര്യപ്രകാശം വന്നു. ഇതാ മുറ്റത്തേക്ക് സൂര്യപ്രകാശം വരുന്നു. അവിടെ നിന്ന് ഇതാ പൂമുഖത്തേക്ക് വരുന്നു. ആ വെളിച്ചം, അതേ സൂര്യപ്രകാശം അകത്തേക്ക്, വീടിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും തട്ടിപ്രതിഫലിച്ച് അത് അവിടെ വാതിലിൻ്റെ മുകൾ ഭാഗം വരെ ആ സൂര്യപ്രകാശം അങ്ങോട്ട് എത്തുന്നു. കണ്ടില്ലേ? ഇതാണ് പ്രത്യേകത. വാസ്തുപ്രകാരം നമ്മൾ ഇങ്ങനെ വടക്കു കിഴക്ക് ഭാഗം ഒഴിവാക്കിയിടണം, വൃത്തിയാക്കിയിടണം എന്നൊക്കെയാണ് പറയുന്നത് കന്നിമൂലയും. നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയാക്കിയിടണം എന്നാണ് എനിക്കും പറയാനുള്ളത്. കിഴക്ക് നിന്നുള്ള പ്രകാശം, അതായത് പുലർക്കാലത്ത് കിട്ടുന്ന സൂര്യപ്രകാശവും അതുപോലെ തന്നെ സന്ധ്യാസമയത്തെ സൂര്യപ്രകാശവും വീടിന് ഉള്ളിലേക്ക് പതിക്കുന്നത് വളരെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാതിരി എല്ലാ മൂലകളും വൃത്തിയായി കിടക്കണം തന്നെയാണ് എനിക്കും പറയാനുള്ളത്.